നമ്മളെല്ലാവരും വാഹനപ്രേമികളാണ്. നമുക്കിടയിൽ പുതുതായിട്ട് വാഹനം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന പലവരുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വാഹനത്തെ വിൽക്കുവാൻ വേണ്ടി അതിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വില എത്രയാണെന്ന് അന്വേഷിച്ച് നടക്കുന്നവരും ഉണ്ട്. ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. ആ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന വാഹനം അതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് നമുക്കറിയാൻ സാധിക്കും. അതായത് നമ്മൾ എടുക്കുന്നത് ഏത് ഷോറൂമിലാണോ ആ ഷോറൂമിൻ്റെ അവിടെയുള്ള ടാക്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ഓൺ ദ റോഡ് പ്രൈസ് നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇറ്റ്സ് മീ ആഷിഖ്. വെൽക്കം ബാക്ക് ആഷ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ബ്രൗസ് കാർസ് ബൈ. ഇവിടെ 4 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് വൺ ബ്രാൻഡ്. നമുക്ക് ബ്രാൻഡ് ബേസ് ചെയ്തിട്ട് കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. സെക്കൻഡ് EMI ബഡ്ജറ്റ്. പിന്നെയുള്ളത് ബോഡി ടൈപ്പ്, ഫ്യൂൽ ടൈപ്പ്. ഈ 4 ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോപ്പുലർ കാർസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് ഉണ്ട്. ഇവിടെ താഴെ 5 ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ ഓപ്ഷനായ ന്യൂ എന്നതിലാണ്. സെക്കൻഡ് യൂസ്ഡ്, അതുപോലെ തന്നെ കമ്പയർ, പിന്നെ ന്യൂസ്, പ്രൈസ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമുക്കെല്ലാം എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം കാറ്റഗറിയിലെ ബ്രാൻഡ് എടുത്ത് നോക്കാം. ഓക്കെ, ബ്രാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് ബ്രാൻഡ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അറിയേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ മാരുതി സുസുക്കി സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്ലൈ കൊടുത്തു. മാരുതി സുസുക്കിയുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ ഒരു വാഹനം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്വിഫ്റ്റ് സെലക്ട് ചെയ്യുന്നു. സ്വിഫ്റ്റിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഞാനിവിടെ ഷോറൂം സെലക്ട് ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണ എന്നാണ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് ഷോറൂമെന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ എല്ലാ വേർഷൻസും ഉണ്ട്. നമുക്ക് ടോപ്പ് എൻഡ് വേർഷനായ ZSI പ്ലസ്, ഞാനിവിടെ ZXi പ്ലസ് ഇത് സെലക്ട് ചെയ്യാവുന്നു. ഇവിടെ നമ്മൾ ഈ ZXi പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസ് ആയിരിക്കും കാണാൻ സാധിക്കുക. പിന്നെ ഇവിടെ വ്യൂ പ്രൈസ് ബ്രേക്കപ്പ്, ഇതിനകത്ത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളായിരിക്കും കാണാൻ സാധിക്കുക. ഞാനിവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിവിടെ ZXi പ്ലസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു ജസ്റ്റ്. അപ്പോൾ ഇവിടെ റിവ്യൂസ് വന്നു, ഇതിൻ്റെ എല്ലാ റിവ്യൂസും. ഓക്കെ, ഇതിൽ തന്നെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സിനകത്ത് നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ എടുത്ത് നോക്കാം. ഓക്കെ, ഞാൻ ബാക്ക് അടിച്ചു. ഓക്കെ, ഞാനിനി കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷനായ വ്യൂ പ്രൈസ് ബ്രേക്കപ്പ്. ഓക്കെ, ഞാനതിൽ ക്ലിക്ക് ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പണായി വന്നത്. ഓൺ റോഡ് പ്രൈസ്, ഇതിനകത്താണ് നമ്മൾ ഓൺ റോഡ് പ്രൈസ് എല്ലാം അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ വേർഷൻ ഏതാ വേർഷൻ എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ വന്നിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഏത് ഷോറൂമിൽ നിന്നാണോ ആ ഷോറൂമിൻ്റെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം, ലൊക്കേഷൻ. ഓക്കെ, ഞാനിവിടെ പെരിന്തൽമണ്ണ എന്നാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ എക്സ്-ഷോറൂം പ്രൈസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ RTO, പിന്നെ ഇൻഷുറൻസ്, ഇങ്ങനെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ തന്നെയുണ്ട് കസ്റ്റമൈസ് യുവർ EMI, അതായത് നമുക്ക് ഇതിൽ എത്ര % നമുക്ക് ലോണ് കിട്ടും, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് കൊടുക്കുന്നത്, അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് 5 ഇയേഴ്സിന് എത്ര ലോൺ നമുക്ക് മന്ത്ലി അടക്കാവുന്നതാണ്, എല്ലാം ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ 2 ലക്ഷത്തിന് വരുന്നത് മന്ത്ലി എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. 13,525 രൂപ മന്ത്ലി പേയ്മെൻറ്റ്. ഓക്കെ, 5 വർഷത്തേക്ക് EMI, അതായത് ഡൗൺ പേയ്മെൻറ്റ് 2 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. എല്ലാം നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരിക, എല്ലാം ഇതിനകത്ത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഞാനിനി ബാക്ക് അടിക്കുവാണ്. ഓക്കെ, ഇതിലെ സെക്കൻഡ് ഓപ്ഷനായ EMI ബഡ്ജറ്റ്, ഇവിടെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്കും ഇതിൽ നിന്നും സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഏത് കമ്പനിയാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതും ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ബാക്ക് അടിച്ചു. പിന്നെ ഉള്ളത് ബോഡി ടൈപ്പ്. ഇവിടെ ബോഡി ടൈപ്പ് ഉള്ളത് ഇതാ, ഇതിൽ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ വരുന്നു, ഇത് കണ്ടില്ലേ. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. പിന്നെ ഉള്ളത് ഫുൾ ടൈപ്പ്. ഇതിൽ കണ്ടില്ലേ, പെട്രോൾ, ഡീസൽ, CNG, LPG, ഇലക്ട്രിക്, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇലക്ട്രിക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് അപ്ലൈ കൊടുത്ത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് യൂസ്ഡ്. താഴെ ഉണ്ട് യൂസ്ഡ്, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. യൂസ്ഡ് കാർസിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പോപ്പുലർ യൂസ്ഡ് കാർ സെഗ്മെൻറ്റ്, ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കാറ് ഇതുപോലെ ഇതിൽ നിന്നും സെയിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ടൂൾ കാർ ക്യാൻ യൂസ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള വാഹനത്തെ അതിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വില എത്രയാണെന്ന് നമുക്ക് ഇതിൽ നിന്നും സെർച്ച് ചെയ്ത് അറിയാവുന്നതാണ്. റൈറ്റ് പ്രൈസ്, ഇവിടെ ക്ലിക്ക് ചെയ്യും. ഈ കാണുന്ന ഫോമെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വാഹനത്തിൻ്റെ ഇന്നത്തെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വില എത്രയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഇവിടെ സെലക്ട് സിറ്റി, ഇവിടെ ഞാൻ പാലക്കാട് നിന്ന് കൊടുത്തു. ഓക്കെ, മാനുഫാക്ചറിങ് ഇയർ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നതാണ്, ഒരു 2006. പിന്നുള്ളത് സെലക്ട് ബ്രാൻഡ്, ഞാൻ മാരുതി സുസുക്കി കൊടുത്തു. ഇതിൽ ഞാൻ ഓൾട്ടോ സെലക്ട് ചെയ്തു.
2005 2010 മോഡൽ ഓൾട്ടോ. ഓക്കെ, ഇതിൽ LXi ഏതാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഉള്ളത് ഇവിടെ ഉള്ളത് നമ്പർ ഓഫ് ഓണേഴ്സ് അല്ല, ഇവിടെ ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ, 4 or more ഓണേഴ്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഇതിലുണ്ട്. നമ്മൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് ഓണർ കൊടുത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെക്ക് വാല്യുവേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഓക്കെ, LXiൻ്റെ പ്രൈസ്, ഗുഡ് കണ്ടീഷന്, കാർ കണ്ടീഷന്, ഇങ്ങനെയെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ബാക്ക് അടിച്ചു. പിന്നെയുള്ള ഓപ്ഷനാണ് സെൽ കാറ്. നമ്മളെ OLX പോലെ ഇതിനകത്ത് നമുക്ക് സെൽ ചെയ്യാവുന്നതാണ് നമ്മുടെ കാറ്. ഓക്കെ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ സിറ്റി, നമ്മുടെ ലൊക്കേഷന് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പാലക്കാട് കൊടുത്ത് നെക്സ്റ്റ്, പിന്നെ അവിടെ പിൻകോഡ് എല്ലാം അടിച്ചിട്ട് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ OLXൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഫോട്ടോ ചോദിക്കും. പിന്നെ നമ്മുടെ റൈറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇവിടെ കമ്പയർ. നമുക്ക് ഇതിൽ നിന്നും കമ്പയർ ചെയ്യാം. ഇവിടെ ആഡ് മാരുതിയുടെ തന്നെ ഞാനിവിടെ സ്വിഫ്റ്റ് സെലക്ട് ചെയ്തു. ZXi പ്ലസ് സെലക്ട് ചെയ്തു. നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഏത് കാറുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇവിടെ ഉള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. മാരുതിയുടെ തന്നെ ഡിസൈർ നോക്കാം, നമുക്ക് എന്താണ് വ്യത്യാസമുള്ളത് അറിയാം. ZXi പ്ലസ് സെലക്ട് ചെയ്തു. ഇവിടെ കമ്പയർ കാർസ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ കാണാവുന്നതാണ്. ഓക്കെ, പിന്നെയുള്ളത് ന്യൂസ്. ഇതിൽ ഇങ്ങനെ ഓരോ അപ്ഡേഷൻസ് ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന കാറിന് റിവ്യൂസ്, അങ്ങനെ എല്ലാം ഇതിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെയുള്ള ഓപ്ഷനാണ് ലാസ്റ്റ് ഓപ്ഷൻ, പ്രൈസ്. ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള പ്രൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ്, ഇത് നമുക്ക് ക്വിക്കായിട്ട് ഇതിൽ നിന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ് മാരുതി സുസുക്കി. ഇവിടെ തന്നെ വരുന്നുണ്ട് മാരുതി സുസുക്കി ബലേനോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്വിക്കായിട്ട് നമുക്കിതൊന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇത്ര ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.